ഹലോ ഗൈസ്, വെൽക്കം ടു ടെയിൽസ് ഓഫ് ശ്രീസ്. അപ്പം ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സൊക്കെ കൂടി കാൽവരി മൗണ്ട് വന്നേക്കുവാണ്. അപ്പം ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇത് അഞ്ജനയുടെ വാവയുണ്ട്. വാവയുടെ പേരെന്താ അഞ്ജന? വാവയുടെ പേര് സെഫാനിയ. ഹായ് പറഞ്ഞു. ഹായ് ഹായ് ഹായ്. ഉറങ്ങി എണീറ്റതുകൊണ്ട് ഒരു മൂടില്ല. പിന്നെ ഇത് അയോണ അഞ്ജനയുടെ അനിയത്തിയാണ്. പിന്നെ ഇത് ഹെലൻ. ഹായ്. പിന്നെ ഇത് എഡ്സൺ ഹെലൻ്റെ അനിയനാണ്. ഓക്കെ. പിന്നെ ഞങ്ങൾ നല്ല സൂര്യൻ്റെ വെട്ടമുണ്ട് ബാക്കിൽ. അതെ, സൂര്യൻ ഇപ്പോൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ വലിയൊരു കാഴ്ച കാണാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. എന്ത് കാഴ്ചയാണത്? കാൽവരി മൗണ്ട്. ഒരു മല, മലയും വെള്ളം, ഡാമിലെ വെള്ളം, അത്ഭുത കാഴ്ചകൾ. എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്? ഞാനിത് രണ്ടാമത്തെ തവണ. ഓക്കെ. അഞ്ജന? മോർ ദാൻ 10 times. മോർ ദാൻ 10 times. എത്ര കണ്ടാലും മതിയാവാത്ത അവസ്ഥ. അഞ്ജനയുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് കേട്ടോ. അതുകൊണ്ടല്ല, നമുക്കത് റിപ്പീറ്റേഷൻ ഒരു ഫീൽ ചെയ്യുന്നില്ല. ഇത്ര കണ്ടാലും ഫസ്റ്റ് കാണുന്ന പോലെ. സോ ഇവരൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് കേട്ടോ. ഇത് നമുക്ക് കണ്ടു നോക്കാം. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അത്ഭുതം തന്നെ. അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഇതാണ് ആ മനോഹര കാഴ്ചയുടെ എൻട്രി. ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതിനകത്തോട്ട് കയറിയേക്കുന്നത്. കാറ്, 2 വീലർ, അങ്ങനെ ആളുകൾക്കൊക്കെ വെച്ച് സെപ്പറേറ്റ് ടിക്കറ്റ്. വേറെ ടിക്കറ്റിന് നമുക്ക് ഇത്ര 5 പേർക്കും കൂടെ വിത്ത് നമ്മൾ കാറിന് വന്നുകൊണ്ട് നമ്മൾ എത്രയായിരുന്നു? എനിക്ക് തോന്നുന്നു 25ഉം കാറ് പാർക്കിങ്ങിന് 25ഉം ആണ്. അങ്ങനെയാണ് ഇവിടെ ടിക്കറ്റ് റേറ്റ്. കുഴപ്പമില്ല അത്ര. പിന്നെ നിങ്ങൾക്ക് നോക്കിക്കേ, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് അടുത്തിരുന്ന് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇതാ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഹെലനുണ്ട്. ഹെലൻ എങ്ങനെയുണ്ട് സ്ഥലം? നല്ല സ്ഥലമാണ്. ആ സ്ഥലത്തിലോട്ട് പോവാം. അതെ. ഇത് ആക്ച്വലി ഗവൺമെന്റിന്റെ അല്ലേ? ഗവൺമെന്റ് ഏറ്റെടുത്ത് ഈ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തും കേട്ടോ. കൊച്ചിനെ കൈ പിടിച്ചോണ്ട് വരുന്നു. വാവയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ത് പറ്റി? ചിരിച്ച് വാവ ചിരിക്കോ? വാവ ഉറക്കം തൂങ്ങിയിരിക്കുവാണ്. ഇവിടെ കുറേ പിള്ളേരൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇതാണ് സ്ഥലം. ഇവിടെ നിങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റും. ഇത് ഹെലൻ അങ്ങോട്ട് ഇറങ്ങിയൊക്കെ പോകാൻ നോക്കുന്നു. അഞ്ജന ഇതാ വീഡിയോ എടുക്കുന്നു. ഇപ്പം മഞ്ഞുണ്ട് കേട്ടോ. ഹെലൻ എങ്ങോട്ട് പോന്നേ? ഹെലൻ താഴോട്ട് ഇറങ്ങി പോവാ കേട്ടോ. സൂക്ഷിക്കണേ. ഇവിടെ ഒരു ബെഞ്ചുണ്ട്, അപ്പം നമുക്കിവിടെ ഇരിക്കാം. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഇപ്പം കേരളത്തിൽ മൊത്തം ഭയങ്കര ചൂടല്ലേ. അപ്പം നമുക്കിവിടെ കാൽവരി മൗണ്ടൊക്കെ വരുവാണെങ്കിൽ, ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു AC ക്ലൈമറ്റ് കുറേ നേരം നമുക്ക് പറ്റുന്നത്ര എത്ര ടൈം വേണോ അത്രയും ടൈം തന്നെ നമുക്ക് എൻജോയ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനേ തോന്നത്തില്ല. വന്നപ്പോൾ തൊട്ട് ഇവിടെ ഈ കൂളിംഗ് ക്ലൈമറ്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, സോ എല്ലാവരും ഇങ്ങോട്ട് പോരും കേട്ടോ. ഇത് കട്ടപ്പനയിൽ എത്ര ദൂരമുണ്ട്? 10 മിനിറ്റോ? 16 kilometer ഉണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? സൂര്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. അത് റെഡ് കളറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം എന്നിട്ട് എങ്ങനെയാന്ന്. ഞാൻ ഇവിടെ ഇരിക്കാം. റിസ്ക് ഉണ്ടോ? അയ്യോ വേണ്ട, അവിടെ പോകണ്ട, റിസ്ക് ആയിരിക്കും. ഇല്ല, അവിടെ വരെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. വാവനെയും കൊണ്ട് പോയാൽ സൂക്ഷിക്കണം. ഇങ്ങനെ ഇറങ്ങണം. കുഞ്ഞിനെയും കൊണ്ട് അല്ല, ഞാനിവിടെ ഇരിക്കാം. ഞങ്ങൾ താഴെ വരെ ഒന്ന് പോയി നോക്കാം. നോക്കിട്ടോ എന്താണ്. ഹെച്ച കുഞ്ഞിനെ ഒന്ന് പിടിച്ചേക്കണം. അല്ല, കുഞ്ഞിനെ അമ്മ പിടിക്കട്ടെ. അമ്മ അപ്പൊ വാവ ഉള്ളതുകൊണ്ട് അഞ്ജനയും അയോണയും ഇവിടെ ഇരിക്കുകയാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ക്ലൈമറ്റ്. അതാ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത്. ഞങ്ങളപ്പം
ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൂറൊക്കെ പോകുന്നത്. ഞാൻ ഇപ്പൊ കൊച്ചിലെ ബേബി ഭയങ്കര ഹാപ്പിയാണ്. പാവം ആവേട്ടോ. ഞങ്ങൾ താഴോട്ട് പോവാണ്. കുറച്ച് റിസ്ക് ആണ് കേട്ടോ, പക്ഷേ ഞങ്ങൾ പോവാണ്. കുറച്ച് റിസ്ക്കാണ്, കൂടിപ്പോയാണ് തെന്നടിച്ച് വീഴും. കൈ പിടിച്ചോടാ. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു. ഹെൽന്റെ മുടി നന്നായിട്ട് കാണാം. എന്റെ തലയില്ല. എല്ലാ തലയിൽ കൂടെ ഒത്തിരി പെയിനുകളൊക്കെ പോകുന്നുണ്ട്. കല്ലൂർ സ്റ്റേഡിയത്തിൽ അവിടുത്തെ ബ്ലോക്കിനേക്കാളും കൂടുതലാണ് എൻ്റെ തലയിലുള്ള പെയിനുകൾ. എൻ്റെ തലയിലൊന്നുമില്ല, എൻ്റെ തലയിലൊന്നുമില്ല. നോക്കൂ, മാറ്റരുത്. അനുസരിച്ച് നല്ല സ്റ്റാൻഡേർഡ് യൂട്യൂബ് ചാനലൊക്കെ ഞാൻ പറഞ്ഞേക്കാം. അച്ഛനെ നാർദിയൊക്കെ ഹെച്ചൻ്റെ റൂമിലാണെങ്കിൽ TV പോലും കയറത്തില്ല. അത്ര മാറ്റമാണ്. ഓ, ഇവിടെ ഇരിക്കാലോ. ഇവിടെ ഒരു ബെഞ്ച് ഫ്രീ ആയിട്ടിരിക്കുന്നു. ഹരനെ, ഇവിടെ ഇരുന്നാലോ? ഹെഡ്സിനും ഹെലനും 24 മണിക്കൂറും കട്ട് ചെയ്തേക്കണം. ഓക്കെ, കട്ട് ചെയ്തോളാം. ഇതിനടി പാമ്പുണ്ടെങ്കിൽ നേരെ കൊത്തും, അപ്പം തന്നെ തട്ടിപ്പോ. എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ ജർമ്മനിക്ക് പോകേണ്ടതാണ്. അതെ, ഞാൻ അനുസരിച്ച് ഇവിടെ കുറച്ച് നാളിലൂടെ നിൽക്കണം എന്നുണ്ടെങ്കിലുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും നിൽക്കുക. കുറച്ച് അടി കൂടെ. അടി കൂടണ്ട. ഹെഡ്സൺ പണ്ട് എന്നെ ഇത് യൂട്യൂബിൽ ഇത് ഫേമസ് ആണ്. ഇത് കാണിച്ചു കൊടുക്കുക. പണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവൻ എൻ്റെ കയ്യിൽ എന്താ മോസ്കിറ്റോ ബാറ്റ് വെച്ച് അടിച്ച് 5-6 സ്റ്റിച്ചുകൾ. എന്തിനാ അടിച്ചത് ഹെഡ്സ്? അത് ആക്ച്വലി ഇവള് അവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിനിമയിലൊരു തമാശ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു. അവളോട് അവളെ കളിയൊക്കെ ചിരിച്ചാന്ന് വെച്ചാൽ അവളെ ബാറ്റ് വെച്ച് എന്നെ ഒന്ന് അടിച്ചു. ഞാൻ വളരെ പതിയെ ഇങ്ങനെ ഒരു കൊട്ട് കൊട്ടി. ഹെഡ്സൺ എന്നെ ഒറ്റ കൊട്ട്. ആ സാധനം എൻ്റെ തൊലി, എൻ്റെ മാംസം പുറത്തിളകി വന്നു. എന്നിട്ട് ഇത് വിടുമ്പം പ്രശ്നമുണ്ടോ? ഇങ്ങനത്തെ ഒക്കെ വയലൻസ് ആയി പോവോ? സാരില്ല, എൻ്റെ ചാനലിൽ ഇടയ്ക്ക് വയലൻസ്, കോമഡി എല്ലാം വരാറുണ്ട്. സോ നോ പ്രോബ്ലം. പണ്ട് ഹെല്ലടിച്ച് പാട് ഇവിടെ ഉണ്ട് തലയിൽ. കട്ടൻ കാപ്പി വേണ്ടി രാത്രി കട്ടൻ കാപ്പി വേണ്ടി കുടിക്കുന്നത് വെച്ചപ്പോൾ അവള് ഗ്ലാസ് വെച്ച് മടക്കി വരും. ഞങ്ങൾ ശരിക്കും ഇവര് കഴിഞ്ഞാൽ ചോര വരുത്തുന്ന ടീംസാണ് ഞങ്ങൾ. മൈ ഗോഡ്, സൂക്ഷിക്കണം കേട്ടോ. അതെ അതെ അതെ. ഇതിനി വല്ല പോലീസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ രണ്ട് വലിയ കുറ്റവാളികളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറ്റം ചെയ്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. ആരെയും അറസ്റ്റ് ചെയ്യും? കുഴപ്പമില്ല. ഞാൻ ജർമ്മനിക്ക് പോകും. വീടെടുത്ത ആളെ എനിക്ക് ആദ്യം അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നെ കിട്ടില്ല. ഞാൻ എസ്കേപ്പ് ആയിരുന്നു. ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. സൺസെറ്റ് കാണാം. ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാം. ഇവിടെ കുറേ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ കണ്ടോ, ഹെഡ്സിന്റെ തലയുടെ ബാക്കിൽ ഒരു സൺസെറ്റും വന്നു. വാവ്. അതെ, തലമകൻ. മോഹൻലാലിന്റെ സ്റ്റൈലിലൊക്കെ നടന്നു. അതെ, സ്റ്റൈലൊക്കെ മാറ്റി. ഹെഡ്സിന്റെ ഇൻസ്റ്റാ പേജിൽ 1 മില്യൺ വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്റ്റാറാണ്, സ്റ്റാർ. ഭയങ്കര സ്റ്റാറാണ്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് തന്നെ എത്രയും വ്യൂസ് ഇല്ല. എന്താ ഇൻസ്റ്റാ പേജ്? ഹെഡ്സൺ റെജി തന്നെ പേര്. പോയി കണ്ടു നോക്കും. പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഹെഡ്സൺ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആരുടെ പടം? മമ്മൂക്കയുടെ. ഡയറക്ടർ ബൈ ഡിനോ ഡെന്നിസ്. ഡയറക്ടറിനെ എനിക്കറിയില്ല, മമ്മൂക്കനെ എനിക്കറിയാം. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു റോള്? ഞാൻ ബസ്സിലെ പാസഞ്ചർ ആയിരുന്നു. ഓ, അടിപൊളി. അപ്പം ആ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങളൊക്കെ തട്ടിക്കോ. തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ പോയി കാണണം കേട്ടോ എല്ലാവരും. എപ്പോഴാണ് ഇറങ്ങുന്നത്? അത് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല എപ്പോഴാണ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ. എങ്ങനെയാണ് ചാൻസ് കിട്ടിയത്? അത് ഓഡിഷൻ വഴി ഇങ്ങനെ കിട്ടിയത്. ഓ, അടിപൊളി. മിടുക്കണ്ടേ? അനുശ്രീ നല്ല ക്യൂട്ടി ആയിട്ടിരിക്കുന്നു. ആണോ?
താങ്ക് യു കേട്ടോ വീഡിയോ എടുക്കുന്നത്. എൻ്റെ മുടി ഇനി ഇത്രയും കാണത്തില്ല, ഇനി ഞാൻ ഇത്രയും ഷോർട്ടാക്കും. അനുശ്രീ ഒരു ചേഞ്ച് ഓവർ. കുറേ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവർ കണ്ടോ, കുഞ്ഞും അമ്മയും അനിയത്തിയും. ഇപ്പുറത്ത് വേറെ ആൻറ്റിയും കൂടെ വന്നു. അത് യാറുമല്ലേ ഞങ്ങളുടെ യാറുമല്ലേ. അഞ്ജലി അനിയത്തിയും അവർ എൻജോയ് ചെയ്യുവാണ്. അതെ, എൻജോയിങ് ദ വ്യൂ. ഞാൻ വാവേനെ കാണിക്കാട്ടോ, ഞാൻ എടുക്കാം. അനുശ്രീ കുഞ്ഞിനെ എടുത്തോ. കേട്ടോ, കരയത്തൊന്നുമില്ല. ആദ്യം എടുത്താണെങ്കിലും വരും. വാവേ എന്താ ചിരിക്കുന്നുണ്ടോ? ഭയങ്കര ഹാപ്പി ആട്ടോ വാവ. വാവയ്ക്ക് ഇങ്ങനെ ട്രിപ്പിന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇന്നത്തെ യൂട്യൂബിന്റെ സ്റ്റാർ പേര് വാവ. ശരിക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനുശ്രീക്ക് ബാവയ്ക്ക് 6 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ ബാവ മറുപടിയൊക്കെ തരുന്നുണ്ട്. ഹായ്, നല്ല രസം ഇവിടുന്ന്, നല്ല ഭംഗി. ഭയങ്കര ഇഷ്ടമാണോ? വലിയ മൈൻഡ് ചെയ്തില്ല അച്ഛൻ ചേട്ടന്. എങ്ങോട്ടാ വാവ നോക്കുന്നേ? വാവ ആരെയാ നോക്കുന്നേ? കറക്റ്റ് വ്യൂ നോക്കുക. പിന്നെ ഞങ്ങള് ആദ്യം ബുക്ക് ചെയ്യാനിരുന്ന റിസോർട്ട് അതോ അവിടെ സോറി, അങ്കിളല്ല കേട്ടോ. അങ്കിളിന്റെ ഫോക്കസ് പോയി. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തില്ല. ഇപ്പം ഞങ്ങൾക്ക് ആകാശം കണ്ടോ? ആകാശം ഇപ്പം വലിയ കുഴപ്പമില്ല. ഇത് നേരിട്ട് കാണാനാ സത്യത്തിൽ ഇതിനൊരു ഭംഗിയുള്ളത്. സത്യം പറഞ്ഞ മഞ്ഞ് മൂടിയിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഞങ്ങളുടെ കണ്ണിലത് ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക. വീഡിയോയിൽ എത്ര നല്ലതായിട്ട് കിട്ടുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. കുറേ ആൾക്കാർ കയറി പോകാനാണ്. നമുക്ക് താഴെ അത് പോകാൻ പറ്റും. ആക്ച്വലി ഒത്തിരി താഴോട്ടും ഇറങ്ങാൻ പറ്റും. ഇവിടെ വരാൻ പറ്റും. ആ ലാസ്റ്റ് ബെഞ്ച്. അത് കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഫണ്ണിന് വേണ്ടി ഒത്തിരി താഴോട്ട് ഇറങ്ങും. അതൊക്കെ ഡേഞ്ചറസ് ആണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ വരെ മാക്സിമം പോകുന്നവർ പോവുക. അത് താഴെ പോകുന്നവർക്ക് അടുത്ത മഞ്ഞ് ബോയ്സ് എടുക്കാം. താഴെ പോയി നിങ്ങളെ രക്ഷിച്ചാൽ നിങ്ങൾ മഞ്ഞ് ബെൽ ബോയ്സ്, ഇല്ലെങ്കിൽ മഞ്ഞിനകത്ത് വീഴുന്ന ബോയ്സ്. ചളി അപ്പോൾ ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ അനുശ്രീ ഇനി കുറച്ച് നേരം കാണിക്കാം. അനുശ്രീക്ക് പറയാനുള്ളത് കേൾക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇത്രയും താഴെ വരെ വരുന്നത്. വന്നിട്ടുണ്ടെങ്കിൽ മുകളിൽ വരെ വന്നിട്ടുള്ളൂ. പിന്നെന്താണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു 6:45 വരെ ഇതുള്ളൂ കേട്ടോ. ഗേറ്റ് ക്ലോസ് ചെയ്യും. സോ നമ്മൾ പോവാണ്. ഞാൻ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ പുറകിലോട്ടാണ് നടക്കുന്നത്. ഇനി പുറകോട്ട് നടക്കണ്ട, നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാം. നിങ്ങൾ ആദ്യം മുന്നോട്ട് വന്നേ, ഞാൻ ബാക്കിൽ നിന്ന് വരാം. ഇനി ഞാൻ വീഡിയോ എടുക്കാം. ഞാൻ വീഡിയോ എടുത്ത നല്ല അനുശ്രീ നല്ലതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. അഞ്ജനയും അനിയത്തിയും അവയും താഴോട്ട് വന്നില്ല. കാര്യം കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങാൻ ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പം ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് ഇറങ്ങരുത്. ഭയങ്കരമായിട്ട് സൂക്ഷിച്ചേ ഇങ്ങോട്ട് വരാവുള്ളൂ. ഇപ്പം ഇച്ചിരി കാർമേഘം മൂടിയിരിക്കുന്ന പോലെ കണ്ടോ? മഞ്ഞുള്ളത് കൊണ്ടാണ് തോന്നുന്നു സൺസെറ്റ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല. മഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ കളറ് തന്നെ ഭയങ്കര ഡിഫറെൻറ്റാണ്. ഈ പറയുന്നതിനൊക്കെ ഒരു HD എഫക്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? പച്ചയും നീലയും അതൊക്കെ നല്ല 4K-ലല്ലേ? 4K-ലല്ലേ? വീഡിയോ ഞങ്ങൾ സെറ്റിങ്സ് ഒക്കെ മാറ്റി കേട്ടോ. ഓക്കെ, നമുക്ക് പോവാം. പൊന്നും കുരിശും. ആ, ചെറിയ ഹൈക്കാട്ടോ, വലിയ ഹൈക്കൊന്നുമല്ല. കാരണം നമ്മൾ മൂന്നാറിൽ ഓടുവാണ് കേട്ടോ.
ഇപ്പൊ ഒന്ന് അടിച്ചു വീണായിരുന്നെങ്കിൽ വീണായിരുന്നെങ്കിൽ നല്ല ചേച്ചി, ഒട്ടും സ്നേഹമില്ലാത്ത ചേച്ചി. അവനൊക്കെ അത് വീഴണം ഒരു തവണയെങ്കിലും. വീഴാറുണ്ട്. ഇവിടുന്ന് ഒന്നുകൂടി ഒരു വ്യൂ കാണിക്കാം. വൻശ്രീ മുകളിലെത്തി. വലിയ വലിയ പാറകൾ കയറിയാണ് വരുന്നത്. അഞ്ജനയും കുഞ്ഞും അഞ്ജനയുടെ അനിയത്തിയും അയോണ. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവരുടെ കൂടെ. മാമ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇനി ഞങ്ങളുടെ ഫുഡ് ടൈം. ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള സമയം റെഡി ആയിരിക്കുന്നു. വിശന്നിരിക്കുകയാണ്. കടിയൊക്കെ തുടങ്ങി. പാവം വിശക്കുന്നു. ഇങ്ങനാണ് വിശക്കുമ്പോൾ ഞങ്ങൾ കാണിക്കുന്നത്. ടാറ്റ, ബൈ ഗൈസ്. ബൈ. ഇവളിനി ഒരു യൂട്യൂബർ ആവുമായിരിക്കും. അപ്പോൾ വലുതാകുമ്പോൾ അനുശ്രീയോടൊപ്പം ചിലപ്പോൾ കാണാമെന്ന്. അനുശ്രീയെ മത്സരിച്ച്. അതെ, യെസ്, അതെ അതെ. എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പറയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ 10-15 ഡയലോഗ് അടിച്ചേനെ അമ്മയെ പോലെ. ഭാവിക്ക് മനസ്സിലായി വ്ലോഗ് ചെയ്യാൻ. അതാട്ടോ അതുകൊണ്ടാണ് സംസാരിച്ചോണ്ട്. കറക്റ്റ് പറയുന്ന ഡയലോഗില്ലേ, അത് താളത്തിലൊക്കെയാ പറയുന്നേ. അപ്പൊ അതിന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും. ബാ, എന്നാ ഇനി കഴിപ്പിക്കാം. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാ. അതെ, ഞങ്ങൾ പോവാണ്. ഇവിടെ 7 മണിക്കല്ലേ ക്ലോസിംഗ്? 6:45. ബൈ ഗൈസ്. ഫുള്ളിങ്ങനെ മഞ്ഞ് മൂടി പോക്കുക. ഭയങ്കര നല്ല കളർഫുൾ സ്ഥലം ഇത് സത്യത്തിൽ. പച്ചയും നീലയും ഭയങ്കര കളറാണ്. ഇത് മഞ്ഞ് അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ശരിക്കും ഒരു പടം വരച്ചോളി നല്ല കളറൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. കളർഫുൾ ഹെഡ്സൺ എന്ത് ചെയ്യോ? ഒന്നും പറയാനില്ലേ? അഞ്ജന എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. ഫോൺ കാണാതെ കിട്ടി. നഷ്ടപ്പെട്ട ഫോൺ തിരികെ. ഓ, തിരികെ കിട്ടി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു അഞ്ജനയ്ക്ക്. എനിക്കോ? ആ, കാൽവരി മോളിനെ പറ്റിയാ? അയോണിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല സ്ഥലം. നല്ല സ്ഥലം. ആ, പിന്നെന്താ പറയണേ? പിന്നെ ഇവിടെ ഇങ്ങനെ കുറെ ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അനുഷ്ഠ പറഞ്ഞു. ആ, വേണ്ട, ഹെലൻ പറഞ്ഞു. ഹെലൻ എന്തോ പറയാനുണ്ട്. ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതുപോലത്തെ ഇത് ഒരുപാട് സ്ഥലത്തുണ്ട്. ഇവിടെ മാത്രമല്ല, അപ്പുറത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പം ആളുകൾക്കൊക്കെ വന്നാലും നല്ല ഇരിക്കാൻ. ഇപ്പൊ ഇച്ചിരി സോറി ഗൈസ്, ഒരു ചേട്ടൻ നോക്കിയപ്പോൾ ഹെലനും പെട്ടെന്ന് പേടിപ്പിക്കും. ഹെലൻ പേടിച്ചു പോയി. അനുശ്രീ വീഡിയോ എടുക്കുന്നു. ആ, ഞാൻ ആ ചാനലിൽ ഇതൊക്കെ ഉണ്ട്. ഭാവിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ, തണുക്കാതിരിക്കാൻ. നല്ല സുന്ദരമായ ജാക്കറ്റ് ഇട്ട് സുന്ദരിയായ പെണ്ണ്. ഹായ് സുന്ദരി പെണ്ണ്. പോടാ. ഒന്നുമില്ല, ഞാൻ നല്ല വൃത്തിയായിട്ട് നനച്ചതാ. ഒന്നുമില്ല അനുശ്രീ. ഹായ് സുന്ദരി. ഹായ് സുന്ദരി. 2 സുന്ദരി. സുന്ദരി ഭാവ
സൺസെറ്റ് കാണുക. കുറേ നാൾ ചൂടായിട്ടിരുന്നിട്ട് ഭയങ്കര തണുപ്പ് കിട്ടിയപ്പോഴേക്കും ഭയങ്കര സുഖം. അതുകൊണ്ട് അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പം മഞ്ഞ് ഫുൾ മൂടി കിടക്കുക. പക്ഷെ ഈ മഞ്ഞ് അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് അവിടുത്തെ ആ പച്ച ഗ്രീൻ മീൻസ് എന്താ പറയുക, പച്ച സ്ഥലമൊക്കെ ഇച്ചിരി നല്ല പച്ചയായിട്ടിരുന്നിട്ട്, പച്ച സ്ഥലം ഇച്ചിരി പച്ചയാവും, അങ്ങനെയല്ല, നല്ല ഇതായിട്ടിരുന്നിട്ട് അടിപൊളി വ്യൂ ആയിരിക്കും. ഇപ്പം മഞ്ഞ് മൂടിയിരിക്കും. മഞ്ഞ് അങ്ങോട്ട് മാറുമ്പോൾ നല്ല രസം. അതിന് സത്യത്തിൽ ഇച്ചിരി രാവിലെ ഒക്കെ ആകുമ്പോൾ ഇച്ചിരി ചൂട് തുടങ്ങുമ്പോൾ ഇല്ലേ, ചെറിയൊരു ചൂട് തുടങ്ങുമ്പോഴാണ് കാണാൻ അടിപൊളി. അപ്പം ആ ഒരു വെയിലിൻ്റെ സമയത്ത് ചെറിയൊരു വെയിലും ആ കളറെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നല്ല കളറും. ഈ വെള്ളത്തിന് നല്ലൊരു നീല കളറാണ്, നല്ലൊരു നീല. ശരിക്കും പടം വരച്ചോല്ലേ ഈ സ്ഥലം ഇരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണുന്നതിലും ഒരുപാട് ഭംഗിയാന്ന് തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ ഇതിനുള്ള. എനിക്ക് ക്യാമറയിൽ അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഹെലന എവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്? ഹെലനെ അടുത്തുള്ള ഒരു പള്ളി, എവിടുത്തെ ഒരു കാവൽമാല അല്ലേ? ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്, കാരണം ഒരു പള്ളിയിലച്ഛൻ വരുന്നുണ്ട്. അപ്പം ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ. സോ ഇതാണ് പള്ളി, നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ദൂരെ ഭയങ്കര ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങുവാണ്. ഇവിടെ നല്ല വയലറ്റ് കളറിൽ നല്ല രസമുണ്ട് ഇത് കാണാൻ. പകുതി പറഞ്ഞു. ഇവിടെ എന്താണ് നടക്കുന്നത്? ധ്യാനം നടക്കുക. ഓക്കെ, തോന്നുന്നു. ഞങ്ങളൊന്ന് കയറിയിട്ട് വരാം കേട്ടോ. ഭാവിക്ക് ഹെഡ്സനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? ഹെഡ്സൺ കുഞ്ഞുങ്ങളെ എടുക്കാൻ വളരെ മിടുക്കനായിട്ടുള്ളൊരു മകനാണ്. അതെ, ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെ എടുക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ അനിയനെ സമീപിക്കുക. ബേബിയുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അമ്മ ഫുഡ് റെഡി ആയിട്ടുള്ള കൊടുക്കുകയാണ്. അനിയത്തി ഇതാണ്ട് ഫുൾ സെറ്റ് ബാഗോട് കൂടിയാണ്. എൻ്റെ ഫുഡ് റെഡി ആയി എന്ന് പറ. ഇനി ഭാവിക്ക് ഭാവേനെ TV കാണാലോ. എന്തായി ചേച്ചി ചെയ്യുന്ന ഭാവേ? കാണിക്കില്ലേ? ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ. പോകുകയായി അവൾ ഭക്ഷണം കഴിക്കാൻ. പോകുകയായി, ഞങ്ങൾക്ക് ഭക്ഷണം തരാതെ പോകുകയായി. അല്ല, നമ്മുടെ കോളേജിന്റെ ഫെസ്റ്റിന്റെ പ്രൊമോ വീഡിയോയിൽ അതിന്റെ ഫോട്ടോ ഉണ്ടോ? അത് ഇൻസ്റ്റയിലുണ്ട്. ഇൻസ്റ്റയിൽ പോയി ഫോളോ ചെയ്താൽ ഫോട്ടോ. ഞങ്ങൾക്ക് കുറേ സ്ഥലം കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ലേറ്റ് ആയിപ്പോയി, എല്ലാം ക്ലോസ് ചെയ്തു. അതെ, ഇവിടെ 6 o'clock വരെ. ഞങ്ങളിപ്പോൾ നല്ലൊരു അടിപൊളി അല്ലേ, നല്ലൊരു സൂപ്പർ ഒരു പള്ളിയാണിത്. അത് പിന്നെ ഇങ്ങനെ നല്ല രസമുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ദൂരെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം സ്വർണ്ണത്തിൽ ഇങ്ങനെ ഡയമണ്ട് വെച്ചേക്കുന്നില്ല ഈ പള്ളി. നമ്മൾ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പം ഞങ്ങൾ ആ ഒരു അട്രാക്ഷൻ കണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. പള്ളി ഞങ്ങളെ വിളിച്ചു ഇങ്ങോട്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പം അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? പുറത്ത് പോകുന്ന വിദേശത്ത് പോകുന്ന പിള്ളേരെ പറ്റിയാണ് അച്ഛൻ പള്ളിയിലിരുന്ന് കറക്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെ നിമിത്തമായിരുന്നു എടുത്തുക എന്നുള്ളത്. ഇതാണ്ട് വേറെ പട്ടി വന്ന് നാക്കൊക്കെ പുറത്തിട്ട് എൻ്റെ അമ്മ പെയ്യൊന്നുമില്ല.
ഓക്കെ. പിന്നെ നല്ലൊരു സ്ഥലമാണ് ആക്ച്വലി. ഇത് വെളിച്ചത്തിൽ ഇച്ചിരി ബ്യൂട്ടിഫുൾ ആണ്. അതെ, ഇരുട്ടത്തിലാണ്, ഇരുട്ടിൽ വരുമ്പോഴാണ് ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി വരുന്നത്. അപ്പം അമ്മയും കുഞ്ഞും അനിയത്തിയും കൂടെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോയിപ്പോണ്. അപ്പം ഹലോ ഗൈസ്, വെൽക്കം ടു ടേൽസ് ഓഫ് സ്ട്രീസ്. അപ്പം ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സൊക്കെ കൂടി കാൽവരി മൗണ്ട് വന്നേക്കുവാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ.